ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും ഈ ഒരു കളറിൻ്റെ ഒരു ഓക്വേർഡ്നെസ്. ഞങ്ങൾ രണ്ടുപേരും ബ്ലൂ കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആണ്. പൊതുവേ ഞങ്ങൾ വളരെ ബോധപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നൊരു കളറാണ് ബ്ലൂ. പക്ഷേ ഇന്ന് ഈ ബ്ലൂ കളറിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വരാനൊരു കാരണമുണ്ട്. കാരണം ഏപ്രിൽ മാസം എന്ന് പറയുന്നത് വേൾഡ് ഓട്ടിസം മന്ത് ആണ്. വേൾഡ് ഓട്ടിസം ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ 2-ാം തീയതി. ഓട്ടിസം ഒരു പക്ഷേ എല്ലാവരും ഈ പേര് കേട്ടിട്ടുണ്ടാകും. പക്ഷെ അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തതയില്ലാത്ത ഒരു സാധനമാണ് ഈ ഓട്ടിസം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അതുപോലെ മറ്റൊരാളോട് സംസാരിച്ച് മറ്റൊരാളോട് നമ്മുടെ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള സ്കിൽസും അതുപോലെ സോഷ്യൽ ബിഹേവിയറും തെറ്റായൊരു പാറ്റേണിൽ ഡെവലപ്പ് ചെയ്യുന്ന കുറേയധികം ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ഓട്ടിസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സാണ്. ഏതായാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഡോക്ടർ എം നാരായണൻ എന്നോടൊപ്പമുണ്ട്. സാൻ ചിൽഡ്രൻ ക്ലിനിക്കിലെ പീഡിയാട്രിഷ്യനാണ് അദ്ദേഹം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ ഓട്ടിസം മന്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ രണ്ടുപേരും ഈ വേഷത്തിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച്, ഈ ബ്ലൂ കളറിനെ കുറിച്ച്, ഓട്ടിസം മന്തിനെ കുറിച്ച്, ഓട്ടിസം ഡേയെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. എല്ലാ വർഷവും ഏപ്രിൽ 2-ാം തീയതിയാണ് ഈ വേൾഡ് ഓട്ടിസം ഡേ ആയിട്ട് നമ്മൾ ശരിക്കും പറയാതെ ആഘോഷിക്കുക തന്നെയാണ് പറയുക. കാരണം അത് ആചരിക്കപ്പെടുന്നതിനേക്കാളുകൾ കാരണം ഓട്ടിസം നമ്മളൊരു ആഘോഷമായിട്ട് തന്നെ കൊണ്ടാടപ്പെടുന്ന ഒരു ദിവസമായിട്ടാണ്. ഓക്കെ. ഈ വർഷം അത് ഓട്ടിസം മന്ത് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ പൂർണ്ണമായിട്ടും ഈ മാസം മുഴുവൻ വേൾഡ് ഓട്ടിസം മന്തായിട്ടാണ് കൊണ്ടാടപ്പെടുന്നത്. ഈ നീല നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത്, നമുക്കറിയാം ഓട്ടിസം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആൺകുട്ടികളാണ്. ഇപ്പോൾ ഒരു 100 കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടെങ്കിൽ അത് 80 കുട്ടികളും ആൺകുട്ടികളായിരിക്കും. അത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഒന്ന് അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ബ്ലൂ നിറത്തിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഓട്ടിസത്തിൻ്റെ എല്ലാ പരിപാടികളും നടത്തുമ്പോഴും ഈ ബ്ലൂ കളറ് ഉപയോഗിക്കാനുള്ള കാരണം ഇതാണ്. ഈ ഓട്ടിസം ഡോക്ടർ പറഞ്ഞ 100 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ 80 പേർക്ക് ആൺകുട്ടികളായിരിക്കും എന്ന് പറഞ്ഞല്ലോ. പൊതുവേ ഈ ഓട്ടിസത്തിൻ്റെ ഒരു വേൾഡ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? അതായത് എണ്ണം ഓട്ടിസ്റ്റിക് കുട്ടികളുടെ. ഓട്ടിസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റ് അസുഖങ്ങളായിട്ട് നോക്കുമ്പോൾ അധിക കാലമായിട്ടില്ല ഓട്ടിസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1945 ആദ്യമായിട്ട് ഓട്ടിസം എന്ന രോഗം ലോകത്ത് റിപ്പോർട്ട് ചെയ്ത് തന്നെ. പിന്നെ അത് ഓരോ വർഷം കൂടുന്തോറും ക്രമാതീതമായിട്ട് വളരെ കൂടുതലായിട്ട് കണ്ടു തുടങ്ങുകയും ഇപ്പോൾ പറയുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓട്ടിസം ഉള്ളത് കൊറിയയിലാണ്. അവിടെ ജനിക്കുന്ന 38 കുട്ടികളിൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് പറയുന്നത്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ 88 കുട്ടികൾ ജനിക്കുമ്പോൾ അതിലൊരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ട്. ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഓട്ടിസം കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതാനും 1-2 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഉള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 80 കുട്ടികളിൽ ഒരു കുട്ടി ഓട്ടിസ്റ്റിക് ആണ് എന്നുള്ളതാണ് ഒരു പൊതുവെയുള്ള ഒരു കണക്കുകൾ കാണിക്കുന്നത്. ഈ ഓട്ടിസം എന്ന് പറയുന്ന ഈ സംഗതി, ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അല്ല അതിന് മുമ്പ് നമുക്ക് ഓട്ടിസം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഓട്ടിസം എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ശരിക്കും ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രോഗമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസ്ഥയാണ്. ചില കുട്ടികൾ ഓട്ടിസ്റ്റിക് ആവുന്നു, ചില കുട്ടികൾ നോൺ ഓട്ടിസ്റ്റിക് ആവുന്നു. അവരുടെ 2 കാര്യങ്ങളാണ് ഈ ഓട്ടിസം ഉള്ള കുട്ടികളെ മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് അവരുടെ സംസാര രീതി, രണ്ടാമതായിട്ട് പെരുമാറ്റ രീതി. ഓട്ടിസം ഉള്ള കുട്ടികളുടെ സംസാരവും അവരുടെ പെരുമാറ്റവും വേറൊരു രീതിയിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഓട്ടിസ്റ്റിക് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു രീതി, അവസ്ഥയാണ്. ഓട്ടിസം എന്ന് പറഞ്ഞൊരു രോഗമല്ല, ഒരവസ്ഥ. അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും സംസാരിക്കുന്നതും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതും ഒക്കെ വേറൊരു രീതിയിലാണ്. അതാണ് കാരണം. ഓട്ടിസത്തിൻ്റെ ശരിക്കുള്ളൊരു കാരണം എന്താണ് എന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരുപാട് പ്രത്യേകിച്ച് ഒരു കാരണങ്ങൾ കണ്ടുപിടിക്കപ്പെടാത്തതുകൊണ്ട് അതിനൊരുപാട് കാരണങ്ങൾ ഉള്ളതായിട്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കാരണം ഉദാഹരണത്തിന് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മലിനീകരണങ്ങൾ, അല്ലെങ്കിൽ ഈയിടെയായിട്ട് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കാണുന്ന കുടുംബത്തിലുണ്ടാകുന്ന പല മാനസിക സമ്മർദ്ദങ്ങൾ, അതും പിന്നെ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭസ്ഥാവസ്ഥയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ,
അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളത് പല പല ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡോക്ടർ നമ്മൾ ഇത് കൂടുതലായിട്ട് കാണുന്നത് ആൺകുട്ടികളിലാണ്. അതെ അതെ ശരിയാണ്, തുടക്കത്തിൽ പറഞ്ഞു. അതെ, ആൺകുട്ടികളിലെന്ന് പറഞ്ഞാൽ അതും വളരെ എന്ന് വെച്ചാൽ ഒരു 80 ആൺകുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടാകുമ്പോൾ 20 പെൺകുട്ടികൾക്ക് മാത്രമേ ഓട്ടിസം ഉണ്ടാകുന്നു. അത് നമുക്ക് ഒരു സൂചന നൽകുന്നത് ജനിതകമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം കൊണ്ടായിരിക്കണം. അപ്പം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ക്രോമസോമിലും ജീനിലും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ജനിതകമായിട്ടുള്ള ഈ ഏതോ ഒരു ഘടനയിൽ വന്നിരിക്കുന്ന എന്തോ ഒരു മാറ്റം കൊണ്ടായിരിക്കാം ഈ ഓട്ടിസം വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അത് ഗർഭസ്ഥാവസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു ജീൻസിലുള്ള ഒരു മാറ്റം കൊണ്ടായിരിക്കും അത് വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം. എനിക്ക് തോന്നുന്നു. പക്ഷേ ഓട്ടിസത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് വാക്സിൻസ് കാരണം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ആണെന്നുള്ളതായിരുന്നു, ഇല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും അത് പിന്നെ പക്ഷേ തീർച്ചയായിട്ടും MMR വാക്സിൻ ഉപയോഗിക്കുന്നുണ്ടാണ് ഓട്ടിസം എന്നുള്ള ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു, ഒരു ആരോപണം ഉണ്ടായിരുന്നു. അത് ഒരു 10 വർഷം നീണ്ട ഒരു പഠനത്തിൻ്റെ അവസാനമായിട്ട് MMR എടുത്ത കുട്ടികൾ, MMR എടുക്കാത്ത കുട്ടികൾ, ഇങ്ങനെയുള്ള ഒരു 10,000-ഓളം കുട്ടികളെ പഠനം ചെയ്തതിൽ മനസ്സിലായത് ഈ വാക്സിൻ എടുത്തവർക്കും വാക്സിൻ എടുക്കാത്തവർക്കും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കറിയാലോ, നമ്മൾ ആൺകുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നുണ്ട്, പെൺകുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രം ഒരു അസുഖം വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഇത് സ്റ്റാൻഡ് അനുസരിച്ചിട്ട് വാക്സിനുമായിട്ട് ഈ ഓട്ടിസം എന്ന അവസ്ഥയ്ക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് അതാണ് ബെസ്റ്റ്. നമുക്കിപ്പോൾ ഓട്ടിസം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഓട്ടിസത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞു, വേൾഡ് ഓട്ടിസം മന്ത്, ഓട്ടിസം ഡേ, ബ്ലൂ കളറിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ പറഞ്ഞു. ഇത് ഓട്ടിസം വന്ന് ഒരു കുട്ടിയിലുണ്ട് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അതിൽ കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്തായാലും ഉണ്ടാവണമല്ലോ. അതെന്തൊക്കെയാണെന്ന് പറയാം. തീർച്ചയായിട്ടും. കാരണം ഇതിൽ ഓട്ടിസത്തെ നമ്മൾ ഒരു ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓട്ടിസം ഉള്ള ഒരു കുട്ടിയെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും, എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ഓട്ടിസത്തിന് അറിയാലോ, ഡോക്ടർക്ക് അറിയാലോ, കാരണം കാര്യമായിട്ടൊരു വലിയൊരു ചികിത്സ കൊണ്ട് അല്ലെങ്കിൽ മരുന്ന് കൊണ്ട് ഒരു ചികിത്സ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയല്ല. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളതിന് വേണ്ടുന്ന കൊടുക്കുന്ന സപ്പോർട്ടുകളൊക്കെ തന്നെ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്, അത്രയും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ സാധാരണ 2 മുതൽ 3 വയസ്സ് വരെയാണ് നമുക്ക് ഓട്ടിസത്തിനെ പറ്റി ഒരു ഏകദേശം ഒരു വ്യക്തമായ ഒരു ധാരണ കിട്ടുക. പ്രസവിച്ച ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ഈ ഓട്ടിസം ഉള്ള കുട്ടികളിൽ അവർ വല്ലാതെ ഒരു വാശി പിടിച്ച് കരയുന്ന അതായിരിക്കും. അവരെ ഉറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില കുട്ടികളുണ്ടായിരുന്നു എപ്പോഴിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. അത് ഒരു ചെറിയ അങ്ങനെയുള്ള തിരിച്ചു നോക്കുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളിലായിരിക്കും ചിലപ്പോൾ ഓട്ടിസത്തിൻ്റെ ഒരു സാധ്യതയുള്ളത്. പിന്നെ അച്ഛനോ അമ്മയോ നോക്കിയിട്ട് ചിരിക്കാതിരിക്കുക, അവരോടൊരു ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ബന്ധം, ഒരു സ്നേഹം കാണിക്കാതിരിക്കുക, അവരോട് തിരിഞ്ഞു നിൽക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ആദ്യത്തെ കാണുന്നത്. പിന്നെ സാധാരണ ഒരു 5-6 മാസമാകുമ്പോൾ കുട്ടികൾ സംസാരത്തിൻ്റെ ഒരു റിഹേഴ്സലായിട്ട് മുന്നോടിയായിട്ട് കുറേ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, ബ്ലാ സൗണ്ട്. ഈ കുട്ടികൾ അത് കാണില്ല. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുട്ടിയുടെ ഒരു ലോകത്തിലേക്ക് പോകുന്ന പോലെ തോന്നും. ചിലപ്പോൾ അമ്മ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടി ശ്രദ്ധിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ കേൾവി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, കേൾവി ഉണ്ടാവും, പക്ഷേ മൈൻഡ് ചെയ്യാതിരിക്കുക, വിളിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മുഖത്ത് നോക്കിയല്ലേ സംസാരിക്കുക, ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല. ഈ കുട്ടികൾക്ക് പ്രധാനമായിട്ട് കാണുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല. നമ്മളൊരാളുടെ സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന പറയുമ്പോൾ ഓട്ടിസം ഉള്ള കുട്ടി അവരുടെ മുഖത്തേക്ക് നോക്കുന്ന പ്രശ്നമില്ല, മുഖത്തേക്ക് നോക്കണമെന്നില്ല. കാരണം അവൻ ജീവിക്കുന്നത് അവൻ്റെ ഒരു ലോകത്തിലായിരിക്കും അവൻ ജീവിക്കുക. എന്ന് പറഞ്ഞാൽ അവൻ്റെ ലോകത്തിൽ ഇപ്പോൾ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ മുതിർന്നവരുടെ അല്ലെ ഞാൻ അവരുടെ സംസാരിക്കുന്നവരുടെ മുഖത്തോട്ട് എന്തിനാണ് നോക്കണം എന്നുള്ളത്, ആ ഒരു രീതിയിലാണ്. കുറച്ചുകൂടി ആകുമ്പോൾ മറ്റ് കളിപ്പാട്ടങ്ങളുമായിട്ട് കളിക്കുമ്പോൾ ഒരേ കളിപ്പാട്ടം തന്നെ എപ്പോഴും ഉപയോഗിക്കുക. സെയിംനെസ്, റെപ്പിറ്റേറ്റീവായി സെയിംനെസ്. അതിന് ആ കളിപ്പാട്ടം തന്നെ ചില കാര്യങ്ങൾ ഇപ്പം ഇത് കാറോ അതൊക്കെ അതിൻ്റെ വീല് കറങ്ങുന്നത് മാത്രം, അതിൽ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കൂട്ടം കുട്ടികളുണ്ടെങ്കിൽ പിന്നെ സ്കൂളിലായാലും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബന്ധു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കൂടെ കളിക്കാതെ മാറി നിന്ന് ഇവൻ്റേതായ ഒരു ലോകത്തിൽ എന്തോ ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കളിക്കുക, മറ്റുള്ളവരുമായിട്ട് പിന്നെ ഇടപഴകുക എന്നുള്ളത്. അത് മാത്രമല്ല, ഒരു കുട്ടി കരയുമ്പോൾ
സ്വാഭാവികമായിട്ടും ഈ കുട്ടി ഒരു ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു വികാരം, ഒരു സഹതാപം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് കാണില്ല. അപ്പോൾ 1-2 വയസ്സാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഓട്ടിസം ഉണ്ടോ എന്നുള്ളൊരു സംശയം വരും. പിന്നെ സംസാരം, സാധാരണ ഒരു 2 വയസ്സാകുമ്പോൾ കുട്ടികൾ 10-20 വാക്ക്, സാധാരണ നമ്മൾ പറയും 20 വാക്കുകൾ നമ്മൾ സാധാരണ വീട്ടിൽ കാണുന്ന അച്ഛനമ്മ എന്ന് പറയുന്നതിന് പകരം പറയും. പിന്നെ വീട്ടിൽ സാധാരണ കാണുന്ന TV, ഫോൺ, അങ്ങനത്തെ കാര്യം അതൊക്കെ പേരെടുത്ത് പറയുകയും ചെയ്യും. പക്ഷേ ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് അത് പറ്റില്ല. പിന്നെ 2 വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് പാല് വേണമെന്നോ, 2 വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു സെൻറ്റൻസ്, പാല് വേണം, അല്ലെങ്കിൽ അവിടെ പോകണം, ഫാൻ ഇടണം എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. അപ്പോൾ സംസാരത്തിലുള്ള കുറവ്, പെരുമാറ്റത്തിലുള്ള ഈ പ്രത്യേകതകൾ, ശരിക്കും ഇതൊരു പ്രത്യേകതകളാണ്. അവരുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു കുഴപ്പമായിട്ട് അവർക്ക് തോന്നുന്നില്ലായിരിക്കും. പക്ഷേ നമ്മുടെ രീതിയിൽ നോക്കുമ്പോൾ ഈ കുട്ടിയുടെ പെരുമാറ്റത്തിന് എന്തോ ഒരു തകരാറുണ്ട്. പിന്നെ അതുകൂടാതെ ഏതെങ്കിലും ഒരു സാധനം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കില്ല, അതിന് പകരം അമ്മയുടെ അച്ഛനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. അവൻ ചൂണ്ടില്ല. അവൻ ചൂണ്ടില്ല, ഇങ്ങനെ അത് ഒരു സാധനം എവിടെയുണ്ട് അത് എടുത്തിട്ട് അവൻ ചൂണ്ടില്ല, അതിനൊരു മറ്റുള്ളവരെ കൈ പിടിച്ചിട്ട് പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ഇവരുടെ പെരുമാറ്റത്തിൽ ഉണ്ട്. അതാണ് ഓട്ടിസം ഉള്ള കുട്ടികളെ. പിന്നെ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് പിരിവിരിപ്പായിരിക്കും, ഇങ്ങനെ റൂമിലൊക്കെ ഓടി നടന്ന് ഇങ്ങനെ കളിക്കുന്നവർ. ചിലവർ അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതൊരു സ്പെക്ട്രമാണ്. ഈ പറഞ്ഞ പോലെ ചിലർ ഒതുങ്ങിയിരിക്കുന്നവരായിരിക്കും, ചിലർ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി കളിക്കുന്നവരായിരിക്കും. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഇവരുടെ ഈ ഓട്ടിസം ഉള്ള കുട്ടികളുടെ പെരുമാറ്റത്തിൽ തന്നെ ഉണ്ടാവും. മറ്റു കുട്ടികളിൽ നിന്നുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ഓട്ടിസം ഉള്ള കുട്ടികൾ തന്നെ പ്രതികരിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുകളോട് പ്രതികരിക്കുന്നത് പല വിധത്തിലായിരിക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിമാന്യമുള്ള കുട്ടികൾ ആ ഒരു കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ പറഞ്ഞെന്ന് മനസ്സിലാകുന്നത് അവർക്ക് ബുദ്ധിമാന്യമൊന്നുമില്ല, അവരൊരു വേറൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് വേറൊരു അവസ്ഥയിലാണ്. പക്ഷേ നമുക്ക് അവർ വേറൊരു അവസ്ഥയിലാണ്, ഓട്ടിസം എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. അവരുടെ സംസാരത്തിനും പെരുമാറ്റത്തിനുള്ള രീതികൾ വേറെയാണ്. പക്ഷേ നമ്മൾ ഒരാളെ പിന്നെ ബുദ്ധിശക്തി, IQ എങ്ങനെ അളക്കുന്നത്? നമ്മൾ അവരോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു, തിരിച്ചുത്തരം പറയുന്നുണ്ടോ നോക്കുന്നു. അങ്ങനെ അളന്ന് നോക്കുമ്പോൾ ഇവരുടെ ബുദ്ധി നമുക്ക് അളക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവർ പലരുടെയും IQ, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ 30 മുതൽ 60 വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ IQ വെച്ച് നോക്കുമ്പോൾ ഈ IQ അസസ് ചെയ്ത് നോക്കുമ്പോൾ, സാധാരണ രീതിയിലുള്ള IQ ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇവർ ആ ബുദ്ധിമാന്യമുള്ള ഗ്രൂപ്പിൽ വരും. പക്ഷേ ഇവരുടെ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അതാവണമെന്നില്ല. പിന്നെ പ്രത്യേകിച്ചും ഇവരുടെ ചില കാര്യങ്ങൾ വളരെ മുന്നിലായിരിക്കും. ഉദാഹരണം, ചില നന്നായിട്ട് ചിത്രം വരക്കുന്നവരുണ്ടാവും, നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ടാവും, നല്ല മെമ്മറി ഉള്ളവരുണ്ടാവും, ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓർത്ത്, ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടാവും ചിലവർക്ക്, കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഓർക്കുന്നത്. അങ്ങനെ ചില മേഖലകളിൽ അവർക്ക് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ടാകും. പക്ഷെ ചില മേഖലകളിൽ വളരെ നമ്മുടെ ഒരു സമൂഹത്തിൽ പെരുമാറേണ്ട രീതിയിലുള്ള ഒരു പെരുമാറ്റം കാഴ്ചവെക്കാൻ പറ്റാത്ത രീതിയിൽ സാധിക്കുന്നില്ല. അതാണല്ലോ അവരുടെ മറ്റ് സാധാരണ സ്കൂളിലും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ കൂടെ അവരെ നമ്മൾ വിടുമ്പോഴും ആ ഒരു രീതിയിൽ അവർക്ക് പെരുമാറാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഇങ്ങനൊരു ഇപ്പം ഡോക്ടർ പറഞ്ഞത് 2 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ മാതാപിതാക്കൾക്ക് ഇത് വേണമെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കി ഇതൊരു കംപ്ലയിൻ്റ് ഉണ്ട്, ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം? ശരിക്കും തീർച്ചയായിട്ടും കുട്ടികളിപ്പം എല്ലാവരും ഒരു പീഡിയാട്രീഷ്യനാണല്ലോ അവരെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഓട്ടിസം ഉള്ള കുട്ടിയാണെന്ന് പിന്നെ നമ്മളൊരു ഡയഗ്നോസിസ് അങ്ങനെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള ചികിത്സ ഒരു ടീം വേണം അതിന്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ സംസാരത്തിലുള്ള ഒരു കുഴപ്പമുണ്ടെന്നും, തീർച്ചയായിട്ടും ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് വേണം അതിന്. അപ്പോൾ അവർക്കുള്ള ഒരു സംസാരശേഷി കുറച്ചുകൂടി നന്നാക്കി എടുക്കുക. അപ്പോൾ അതിനൊരു തീർച്ചയായിട്ടും ഒരു സ്പീച്ച് തെറാപ്പി. പിന്നെ പെരുമാറ്റത്തിലുള്ള ചില പ്രശ്നങ്ങൾ, പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങൾ, പെരുമാറ്റത്തിലുള്ള കുറവുകൾ അത് നികത്തണമെങ്കിൽ നമുക്കൊരു ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് വേണം. പിന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ പിന്നെ ഗ്രോത്ത് ഒരു സൈക്കോളജിസ്റ്റ് വേണം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആരെങ്കിലും ഒരാൾ വേണം. പിന്നെ ഇതിൽ പല കുട്ടികൾക്കും ഒരു 20% കുട്ടികൾക്കൊക്കെ അപസ്മാരത്തിൻ്റെ രോഗങ്ങളുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും ഇതൊക്കെ ആയിട്ട് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ ഇത്തരം ഒരു ടീമാണ് ഈ കുട്ടിയുടെ തുടർന്നുള്ള
കാര്യങ്ങൾ തീരുമാനം. പിന്നെ ഇവർക്ക് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യാനുള്ള രീതിയിലാക്കണമെങ്കിൽ ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് വേണം, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട്, ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഒരു ടീമാണ് ഈ കുട്ടിയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഡോക്ടർ, ഇപ്പോൾ ഈ ഓട്ടിസത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ കുറേ പറഞ്ഞല്ലോ. ഇതിനകത്തൊരു ഇതുള്ളത്, ഈ ഓട്ടിസമുള്ള കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ? അത് ഇതൊരു സെപ്പറേറ്റ് ഇതായിട്ട് എങ്ങനെ നിൽക്കത്തേ ഉള്ളൂ? അത് തീർച്ചയായിട്ടും. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ, ഇത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണല്ലോ. അപ്പോൾ അനുബന്ധമായിട്ട് പലർക്കും ഒരു നല്ല ശതമാനം 10, 20, 25% കുട്ടികൾക്ക് എപ്പിലെപ്സിയുടെ അപസ്മാര രോഗത്തിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. പിന്നെ ഇതുകൊണ്ട് ചില സിൻഡ്രോംസ് ഉണ്ട്, ചില രോഗങ്ങൾ ഇതോടുകൂടി മറ്റ് രോഗലക്ഷണങ്ങളുള്ള അത് അതിൻ്റെ വളരെ കുറവാണ്. മറ്റ് ചില രോഗങ്ങളുടെ ഇപ്പം കൺജനിറ്റൽ റൂബെല്ല സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൂബെല്ല ഗർഭാവസ്ഥയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഇത് ഉണ്ടാവാം. പിന്നെ ഫ്രജൈൽ എക്സ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മറ്റ് ചില ക്രോമസോമൽ രോഗങ്ങളുടെ ഭാഗമായിട്ട് അല്ല അതിൻ്റെ ഒരു ലക്ഷണമായിട്ടും ചിലപ്പോൾ ഓട്ടിസം വരാം. പക്ഷെ അത് പലപ്പോഴും നമുക്ക് മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളുള്ളതായിട്ട് കാണാം. ഒരു രോഗത്തിൻ്റെ ഒരു ഡയഗ്നോസിസ് എന്നുള്ള രീതിയിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ നേരത്തെ ചികിത്സയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് 3 സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ബിഹേവിയർ തെറാപ്പിസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇത് കൂടാതെ ഇതൊരു വേറൊരു തരത്തിലുള്ള ചികിത്സ, ശരിക്കും ചികിത്സയല്ല, ഒരു വേറൊരു തരത്തിലുള്ള മാനൂവറിംഗ് ആണ് ശരിക്കും പേഷ്യൻറ്റിന്. അതല്ലാതെ മരുന്ന് കൊണ്ടുള്ള ചികിത്സ ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണോ? മരുന്ന് കൊണ്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വേറൊരു ഇതുള്ളത്, ഞാൻ പറഞ്ഞല്ലേ ചില കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും. ഓക്കെ. ADHD, അറ്റൻഷൻ ഡെഫിസിറ്റും ഹൈപ്പർ ആക്ടിവിറ്റി കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരെ നമുക്കൊന്ന് ക്ലാസ്സിലൊക്കെ ഒന്ന് ഇരുത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഇരുത്തി കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ അതിന് ചിലപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കുറക്കാനും അറ്റൻഷൻ, അവരുടെ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള മെഡിസിൻസ് പലപ്പോഴും കൊടുക്കേണ്ടി വരാറുണ്ട്. എപ്പിലെപ്സിക്ക് തീർച്ചയായിട്ടും എപ്പിലെപ്സിയുടെ മരുന്നുകൾ പലപ്പോഴും വേണ്ടി വരാറുണ്ട്. പിന്നെ വളരെ വളരെ അപൂർവമായിട്ട് ഇപ്പോൾ ലെഡ് ടോക്സിസിറ്റിയോ അല്ലെങ്കിൽ പിന്നെ മെർക്കുറിയുടെ പോയിസൺ, അത് വളരെ അപൂർവമാണ്. കുട്ടിയുടെ ശരീരത്തിൽ ഇതിൻ്റെ ലെവലുകളൊക്കെ വളരെ കൂടുതലാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില മരുന്നുകൾ ചിലപ്പോൾ ഉപയോഗിക്കണം. ഓട്ടിസം എന്ന് പറയുന്ന ആ രോഗാവസ്ഥ, ഓട്ടിസം എന്ന ഒരു രോഗത്തിന് ഒരു അവസ്ഥയ്ക്ക് നമ്മളൊരു പിന്നെ ടൈഫോയിഡിനൊരു ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന പോലെ ഓട്ടിസം എന്ന രോഗത്തിന് ഒരു മരുന്നായിട്ട് ഒറ്റമൂലിയായിട്ട് അല്ലെങ്കിൽ ഒരു മരുന്നായിട്ട് ഇല്ല. അങ്ങനെ ഒരു മരുന്ന് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ ബിഹേവിയറൽ തെറാപ്പിയും സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള ഒരു സപ്പോർട്ടീവ് തെറാപ്പി കൊണ്ടാണ് ഇതിൻ്റെ ചികിത്സ. പിന്നെ പരീക്ഷണ ദിശയിൽ ഒരുപാട് മരുന്നുകളുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ ക്രേനിയൽ മാഗ്നറ്റിക് റേഡിയേഷൻ കൊണ്ട് ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പരീക്ഷണ ദശയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ പ്രൂവ് ചെയ്തിട്ടുള്ള, ഇപ്പം തെളിയിക്കപ്പെട്ടിരിക്കുന്ന ചികിത്സാ രീതികൾ ഈ സപ്പോർട്ടീവ് തെറാപ്പിയാണ്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഓട്ടിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് അൽഷീമേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക കെയർ, പേഷ്യൻ്റ് കെയറിൽ ഏകദേശം ആ ലെവലിലേക്ക് എത്തിക്കുന്നത്. അതായത് പേഷ്യന്റിനെക്കാളും കൂടുതൽ മനസ്സിലാക്കേണ്ടത് പേഷ്യന്റിനെ കെയർ ചെയ്യുന്നവരാണ്. അൽഷീമേഴ്സ് രോഗത്തിന് ഇതേ ഒരു പ്രത്യേകത ഉണ്ട്. രോഗികളെക്കാളും കൂടുതൽ വേണ്ടത് ശരിക്കും പേഷ്യന്റിനെ പരിരക്ഷിക്കുന്നവരെ അറിയേണ്ടത്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. കാരണം ഇതിന് ഇവരുടെ പരിരക്ഷ മിക്കവാറും മാതാപിതാക്കളും പാരൻസും കുടുംബാംഗങ്ങളാണല്ലോ അവർ ശ്രദ്ധിക്കുന്നത്. പിന്നെ അവരുടെ ടീച്ചേഴ്സും കൂടെയുള്ളവർ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ഓട്ടിസമുള്ള കുട്ടിയെ പിന്നെ പരിചരിക്കുന്ന മാതാപിതാക്കൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് ഒന്നാമത് ഇവർ മറ്റു കുട്ടികൾ പ്രതികരിക്കുന്ന പോലെ ഈ കുട്ടി പ്രതികരിക്കില്ല എന്നുള്ള ബോധം നമുക്ക് വേണം. ഇപ്പം നമ്മളവിടെ അവരോട് പറയുന്ന കാര്യങ്ങളായിരിക്കണം. ഒരിക്കലും ഈ ഓട്ടിസമുള്ള കുട്ടിയെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. പിന്നെ അവരോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ചെറുതായിട്ട് വളരെ സ്പഷ്ടമായിട്ട് ചുരുക്കി പറയണം. ഒരു ഓട്ടിസമുള്ള കുട്ടിയോട് നമ്മൾ ദീർഘമായിട്ടൊരു കാര്യം വിശദീകരിച്ചു കൊടുക്കുകയാൽ അത് കേൾക്കാനുള്ള ഒരു ക്ഷമ ആ കുട്ടിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത്, അത് ഇന്ന കാര്യം കൊണ്ട് ചെയ്യരുതെന്ന് പറയുന്നവരും അത് ചെയ്യരുതെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ കുട്ടി അനുസരിക്കും. അല്ലാതെ ഇന്ന കാരണം കൊണ്ട് തന്നെ അവിടെ പോകരുത്, അല്ലെങ്കിൽ ഇപ്പോൾ വെയിലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ജലദോഷം വരുകൊണ്ട് വെയിലത്ത് പോകരുത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനോ അത് അനുസരിക്കാനുള്ള ഇങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ കുട്ടി അനുസരിക്കും. പിന്നെ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ പേരൊക്കെ വിളിക്കുമ്പോൾ തൊട്ടിട്ട് വിളിക്കുക, ഒരു ടച്ച് ചെയ്തിട്ട് പറയുമ്പോൾ സ്പർശനം കൊണ്ട് കാര്യങ്ങൾ അവരിൽ എത്തിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേകം കുറച്ചുകൂടി പിന്നെ അനുസരിക്കാനുള്ള കഴിവുണ്ടാവും. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അങ്ങനെ നമ്മൾ ശരിക്കും നമ്മുടെ ഒരു അമ്മയ്ക്കും അച്ഛനും ഈ ബിഹേവിയർ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ വിവിധ വശങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് തന്നെ അവർക്ക് കുറച്ചുകൂടി
നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇവർക്ക് ശരിക്കും ഇവരുടെ നോർമൽ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അതോ സ്പെഷ്യൽ സ്കൂളായിരിക്കും നല്ലത്? ശരിക്കും എല്ലാ വിഭിന്ന ശേഷിയുള്ള എല്ലാ കുട്ടികളും അവരെ നമ്മൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം. അപ്പോൾ കഴിയുന്നത് എപ്പോഴും മെയിൻ സ്ട്രീമിങ്, അതായത് സാധാരണ സ്കൂളുകളിൽ തന്നെയാണ് ഇവരെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും, ചില കുറവുണ്ടാവും. പക്ഷെ അത് ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. എൻ്റെ അറിവിൽ തന്നെ ഞാൻ ചികിത്സിക്കുന്ന പല ഓട്ടിസ്റ്റിക് കുട്ടികളും സാധാരണ സ്കൂളുകളിൽ പോയി പഠിക്കുന്നുണ്ട്. അവർ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സൊക്കെ പാസ്സായിട്ടുണ്ട്. ചെയ്യാം, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചൊരു വ്യത്യസ്തമായിട്ട് അവർക്ക് നമ്മൾ ചില ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു ബുദ്ധിമാന്ദ്യം എന്ന് പറയുന്ന ഓട്ടിസത്തിലില്ല. ബുദ്ധിമാന്യം എന്ന് പറഞ്ഞാൽ ഓട്ടിസത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഏത് അളവുകൾ വെച്ചാണ് ബുദ്ധിയെ അളക്കുന്നതനുസരിച്ചിരിക്കും. കാരണം ജനറലി ഈ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ബുദ്ധിമാന്യം ഉണ്ട് എന്ന് വേണം പറയാം. കാരണം നമ്മുടെ ഒരു അളവുകളുണ്ടല്ലോ, അവർക്ക് ബുദ്ധി നമ്മുടെ കണക്കുകൂട്ടലിനനുസരിച്ച് അവരുടെ ബുദ്ധി ആയിരിക്കണമെന്നില്ല. ഓക്കെ. ഇപ്പോൾ ഈ ഓട്ടിസം ഉള്ള കുട്ടികളെ ഈ പ്രത്യേക കഴിവുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പ്രത്യേക കഴിവുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അത് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ നമുക്ക് കണ്ടറിഞ്ഞ് ഈ നമ്മൾ പറഞ്ഞ പോലെ ഈ ഓരോ കുട്ടിയുടെയും വിഭിന്ന ശേഷിയുണ്ട്. അത് അവരുടെ അഡ്വാൻറ്റേജ്, അത് അത് ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കും. ഓരോ വ്യക്തിക്കും ഓരോ കഴിവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തീമുണ്ടല്ലോ, നമ്മുടെ ഓട്ടിസം ഡേയുടെ സന്ദേശം തന്നെ എന്താ പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ്, ദ ഓട്ടിസം അഡ്വാൻറ്റേജ്. അതൊരു വലിയ പ്രശ്നമായിരിക്കും. കാരണം വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാം തന്നെ നമ്മുടെ കുട്ടിക്കാലം കഴിഞ്ഞാൽ അവരിൽ മുതിർന്നവരായി മാറുകയാണ്. ലോകത്ത് തന്നെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഓട്ടിസമുള്ള മുതിർന്നവരിൽ, അഡൽട്സിൽ 80% ആളുകൾക്കും ഒരു ജോലിയില്ല. ഓക്കെ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർ ഏതിലാണോ എക്സ്പെർട്ടായിട്ടുള്ളത്, ഏത് ഫീൽഡിലാണോ അവർ നന്നായിരിക്കുന്നത്, ആ ഫീൽഡിൽ അവർക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ സ്ഥാപനത്തിന് നല്ലതാണ്. കാരണം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്കിൽഡ് ആയിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ, നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ അവരെ ഉപയോഗിക്കാൻ പറ്റും. ചില കമ്പ്യൂട്ടർ സ്കിൽസ് ഉള്ളതുണ്ടാവും, അവരുപയോഗിക്കും. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് അവർക്ക് അതിനനുസരിച്ച് ജോലി കൊടുക്കുക എന്നുള്ളതാണ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഓട്ടിസം ഉള്ള അവരുടെ വിഭിന്ന ശേഷി, നല്ല ശേഷി കണ്ടുപിടിച്ചിട്ട് അവർക്ക് അതിന് പറ്റിയ ജോലി കൊടുക്കുക. അതാണ് ആക്ഷൻ. നമ്മളിപ്പോഴും കുറേ 8 വർഷമായിട്ട് ഇപ്പോൾ ഓട്ടിസം അവയർനെസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അവയർനെസ് കൂടാതെ ആക്ഷൻ വേണം. ഇവരെ നമ്മൾ നല്ല ഒരു രീതിയിൽ വളർത്തി കൊണ്ടുവന്നിട്ട് നല്ല ഒരു വിദ്യാഭ്യാസം നൽകിയിട്ട്, അത് കൂടാതെ അവർക്ക് നല്ലൊരു ജോലിയും കൊടുത്തിട്ട്, അത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്, ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്, നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അവർക്ക് അവിടെ നമ്മുടെ ഒരു ഭാഗമായിട്ട് അവരെ കൊണ്ടുവരണം. അതാണ് ഓട്ടിസം. ഈ സന്ദേശം അതാണ്. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ നാരായണൻ വളരെ വിശദമായിട്ടും ലളിതമായിട്ടും ഓട്ടിസം എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച്, അത് രോഗമാണെന്ന് ഞാൻ പറയുന്നില്ല, ആ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഓട്ടിസം ഡോക്ടർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിൽ 250 ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ട്. വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 70 കുട്ടിക്ക് ഓട്ടിസം ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വിഭിന്ന ശേഷിയുള്ള ഒരു കുട്ടികളിലാണ് ഇത് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ കുട്ടികൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ വളർന്ന് വലുതാകുന്നു, വളരെ വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വലിയ പ്രോബ്ലം തന്നെയാണ്. അതായത് ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഇവർക്കൊരു ജോലി ഇല്ല എന്നുള്ളത്. ഇപ്പോൾ 80% ഓട്ടിസമുള്ള അഡൾട്ട്സിനും ജോലിയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവരിലുള്ള വിഭിന്ന ശേഷികളെ കണ്ടെത്തി അതിനനുസരിച്ചുള്ളൊരു ജോലി അവർക്ക് സംഘടിപ്പിക്കുക, അവർക്ക് അതിനുള്ള കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കണം ഈ ഓട്ടിസം മന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്. ബൈ. ചില മിസ്റ്റേക്സ്, ബ്ലൂപ്പേഴ്സ് അല്ലെങ്കിൽ ഗൂഫപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതല്ല, കുറെ കാലമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ വെറും സില്ലി ആയിട്ട് തോന്നും, അത് പിന്നെ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്താണെന്ന് മാത്രം വിചാരിച്ചാൽ മതി.